എല്ലാവർക്കും ഗൈഡ് ഫോർ കെമിസ്ട്രിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ കെമിസ്ട്രിയിലെ 11th ചാപ്റ്റർ ആയിട്ടുള്ള പി ബ്ലോക്കിൻ്റെ ഇംപ്രൂവ്മെൻറ്റ് വീഡിയോ ആണ് കേട്ടോ ചെയ്യണത്. അപ്പോൾ നമ്മൾ കൺസെപ്റ്റ് ബേസിൻ്റെ പാർട്ട് 1 ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് പാർട്ട് 2 ആണ്. അപ്പോൾ നമുക്ക് പാർട്ട് 2 എന്താ നോക്കാം. ഇനി അടുത്ത 11th ക്വസ്റ്റ്യൻ, ഗിവ് ദി സ്ട്രക്ചർ ഓഫ് ഡൈബൊറൈൻ. ഡൈബൊറൈൻ്റെ സ്ട്രക്ചർ കൊടുക്കാനാണ് പറയുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യന് ആദ്യം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാം, അതിനുശേഷം സ്ട്രക്ചേഴ്സ് വരയ്ക്കാം കേട്ടോ. അപ്പോൾ ആദ്യത്തെ എക്സ്പ്ലനേഷൻ എന്താ നോക്കാം. In diborane, each boron atoms is in sp3 hybridization. അപ്പോൾ ഡൈബൊറൈനിൽ ഓരോ ബോറോൺ ആറ്റത്തിനും sp3 hybridization ആണ് ഉള്ളത്. The 2 boron atoms and 4 hydrogen atoms lie in one plane. അപ്പോൾ 2 ബോറോൺ ആറ്റംസും 4 ഹൈഡ്രജൻ ആറ്റം കൂടി ഒരൊറ്റ പ്ലെയിനിലാണ് ഉള്ളത്. These 4 hydrogen atoms are called terminal hydrogen. ഈ 4 ഹൈഡ്രജനെയാണ് ടെർമിനൽ ഹൈഡ്രജൻ എന്ന് വിളിക്കുക. നമുക്ക് ഫിഗറിലേക്ക് ഒന്ന് നോക്കാം. ഫിഗറിൽ നോക്കുമ്പോൾ നമുക്ക് എത്ര ഹൈഡ്രജൻ കാണാനുണ്ട്? 6 ഹൈഡ്രജൻ ടോട്ടലി കാണാനുണ്ട്. പക്ഷെ അതിൽ തന്നെ 4 ഹൈഡ്രജൻ, മിഡിലിൽ കാണുന്ന 4 ഹൈഡ്രജൻ, ബോറോൻ്റെ മേലെയും താഴെയായിട്ട് കാണുന്ന 4 ഹൈഡ്രജൻ, അവരെയാണ് ടെർമിനൽ ഹൈഡ്രജൻ എന്ന് പറയുക. ടെർമിനൽ എന്ന് പറഞ്ഞാൽ എന്താ? ഒരു അറ്റം അല്ലേ, എൻഡ് പോയിന്റ്. അപ്പോൾ ആ ഒരു പോർഷനിൽ കാണുന്ന 4 ഹൈഡ്രജൻസിനെയാണ് ടെർമിനൽ ഹൈഡ്രജൻ എന്ന് പറയുക. ഇനി the other 2 hydrogen atoms that lie one above and one below the plane, these hydrogen atoms are called bridging hydrogen atom. ഇനി ബാക്കി 2 ഹൈഡ്രജൻ ആറ്റം, അതായത് ഒന്ന് മേലെ ഒന്ന് താഴെ നിൽക്കുന്നത്, നമ്മുടെ ഫിഗറിൽ നോക്കുമ്പോൾ ഒന്ന് റൈറ്റിലേക്കും ഒന്ന് ലെഫ്റ്റിലേക്കും നിൽക്കുന്ന ഹൈഡ്രജൻസിലെ എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്നത്, അവരെയാണ് ബ്രിഡ്ജിങ് ഹൈഡ്രജൻ ആറ്റംസ് എന്ന് പറയാം. ഇനി the 4 terminal BH bonds are regular 2 center 2 electron bonds, while the 2 bridge BHB bonds are the 3 center 2 electron bonds. അപ്പോൾ 4 ടെർമിനൽ ബി എച്ച് ബോൺസ് ഇല്ലേ, അതായത് മിഡിലിൽ കാണുന്ന ആ കൂട്ടമായിട്ട് കാണുന്ന ബി എച്ച് മേലേക്കും താഴത്തേക്കായിട്ട് ബി എച്ച് ബോൺസ് കാണുന്നില്ലേ, അത് 4 എണ്ണല്ലേ. അതായത് മേലേക്ക് ഒരു ബി എച്ച്, അതേ ബോറോൺ തന്നെ താഴത്തേക്കും കൊടുക്കും. അടുത്ത ബി, അത് മേലേക്ക് ഒരു എച്ച്, താഴേക്കൊരു എച്ച്, അങ്ങനെ ബി എച്ച് എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്. അത് ടെർമിനൽ ബോൺസ് ആണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള 4 ടെർമിനൽ ബി എച്ച് ബോൺസിന് 2 സെൻറ്ററും 2 ഇലക്ട്രോൺസാണ് ഉള്ളത്. ഇനി while 2 bridge bonds are 3 center 2 electron bonds എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് BHB എന്ന് പറയുന്ന ബോണ്ട്, ബ്രിഡ്ജ് ബോൺസ്, എക്സ്ട്രീം ലെഫ്റ്റിലും റൈറ്റിലായിട്ട് കാണുന്ന ഹൈഡ്രജനും ബോറോണും കൂടിയ ബോണ്ട്, അത് 2 ബ്രിഡ്ജ് ബോൺസ് ആണ് അല്ലേ. BHB എന്ന് പറയുന്നത് BHൻ്റെ ഒരു ബോണ്ട്, റൈറ്റിലുള്ള BHൻ്റെ വേറൊരു ബോണ്ട്. അപ്പോൾ അങ്ങനെ 2 ബ്രിഡ്ജ് ബോൺസ് ഉണ്ട്. അവർക്ക് 3 സെൻറ്ററും 2 ഇലക്ട്രോണാണ് ഉള്ളത്. 3 സെൻറ്റർ എന്ന് പറയുമ്പോൾ എന്താ? BHB, അതാണ് 3 സെൻറ്റേഴ്സ്. 2 ഇലക്ട്രോൺ ബോണ്ടും ഉണ്ട്. thus ഡൈബൊറൈൻ ഇസ് എൻ ഇലക്ട്രോൺ ഡെഫിഷ്യൻറ്റ് കമ്പൗണ്ട്. അതുകൊണ്ട് ഡൈബൊറൈൻ ഒരു ഇലക്ട്രോൺ ഡെഫിഷ്യൻ്റ് ആയിട്ടുള്ള കോമ്പൗണ്ടാണ്, ഇലക്ട്രോൺ ആവശ്യത്തിന് ഇല്ലാത്ത കോമ്പൗണ്ട്. ഓക്കെ, എന്നിട്ട് സ്ട്രക്ചേഴ്സ്, ഈ തന്നിരിക്കുന്ന സ്ട്രക്ചേഴ്സ് വരയ്ക്കാം. ഇനി അടുത്ത് 12th ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ഇൻഓർഗാനിക് ബെൻസീൻ, ഗിവ് ഇറ്റ്സ് പ്രിപ്പറേഷൻ. എന്താണ് ഇൻഓർഗാനിക് ബെൻസീൻ, അതിൻ്റെ പ്രിപ്പറേഷൻ എങ്ങനെയാണ് അത് പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ബൊറസീൻ B3N3H6 ഇസ് കോൾഡ് ഇൻഓർഗാനിക് ബെൻസീൻ. അപ്പോൾ B3N3H6 ആണ് ബൊറസീൻ എന്ന് പറയുന്നത്. അതിനെ വിളിക്കുന്ന പേരാണ് ഇൻഓർഗാനിക് ബെൻസീൻ. അപ്പോൾ ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് പറഞ്ഞാൽ ശരിക്കും എന്താണ്? ബോറസീനാണ്. ബോറസീൻ്റെ ഫോർമുലയാണ് B3N3H6. ഫോർമുലാസും ബോറസീൻ എന്നുള്ള ഒരു പേരും പഠിച്ചു വെക്കുക കേട്ടോ. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ ദ റിയാക്ഷൻ ഓഫ് അമോണിയ വിത്ത് ഡൈബൊറൈൻ. ബോറസീൻ ഉണ്ടാക്കണമെങ്കിൽ അല്ലെങ്കിൽ ഇൻഓർഗാനിക് ബെൻസീൻ ഉണ്ടാക്കണമെങ്കിൽ നമുക്ക് അമോണിയ ഡൈബൊറൈനായിട്ട് റിയാക്ട് ചെയ്യിപ്പിക്കണം, എന്നാലേ അത് പ്രിപ്പയർ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഡൈബൊറൈൻ എന്ന് പറയുമ്പോൾ എന്താ? B2H6. അമോണിയ എന്ന് പറയുമ്പോഴോ NH3. അപ്പോൾ 3B2H6 + 6NH3 gives 3B2H6.2NH3. ബാലൻസ് ചെയ്തിട്ടാട്ടോ 3ഉം 6 ഒക്കെ കിട്ടണേ. ഓക്കെ, അപ്പോൾ ഡൈബൊറൈനും അമോണിയയും കൂടി ചേർത്ത് നമുക്ക് എന്ത് കിട്ടും? ഒരു കോംപ്ലെക്സ് കിട്ടും അല്ലേ. ആ കോംപ്ലെക്സ് വീണ്ടും സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ബോറസീൻ അല്ലെങ്കിൽ ഇൻഓർഗാനിക് ബെൻസീൻ കിട്ടും. അപ്പോൾ B2H6.2NH3 നമ്മൾ സ്പ്ലിറ്റ് ചെയ്യിപ്പിച്ചിട്ടാണ് B3N3H6 + 12H2 എന്ന് കിട്ടണേ. ഓക്കെ, ആദ്യം എന്താണ് ഇൻഓർഗാനിക് ബെൻസീൻ? ബോറസീനാണ്. ബോറസീനെയാണ് B3N3H6നെയാണ് ഇൻഓർഗാനിക് ബെൻസീൻ എന്ന് പറയുക. ഇതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് അമോണിയയുടെ ഒപ്പം ഡൈബൊറൈനെ ചേർക്കണം. ഫോർമുല, ബോറസീൻ്റെ ഫോർമുല ഓർമ്മയുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവും. ബോറോൺ വേണം, നൈട്രജൻ വേണം, ഹൈഡ്രജൻ വേണം. അപ്പോൾ ഡൈബൊറൈനിൽ ബോറോൺ ഉണ്ട്, ഹൈഡ്രജൻ ഉണ്ട്. അമോണിയയിൽ നൈട്രജൻ ഉണ്ട്. അപ്പോൾ നൈട്രജനും ഹൈഡ്രജനും കൂടി. ഇനി അതൊരു കോംപ്ലെക്സ് ഉണ്ടാക്കിയിട്ട് ആ കോംപ്ലെക്സിനെ സ്പ്ലിറ്റ് ചെയ്താൽ നമുക്ക് കിട്ടുന്നതാണ് ഇൻഓർഗാനിക് ബെൻസീൻ പ്ലസ് ഹൈഡ്രജനും.
Its structure is similar to benzene with alternate BH and NH groups. അപ്പോൾ അതിൻ്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് ബെൻസീൻ്റെ സ്ട്രക്ചറായിട്ട് നല്ല സിമിലർ ആണ്. അതിൻ്റെ ബെൻസീൻ്റെ സ്ട്രക്ചറിൻ്റെ പോലെ ഇതിന് ഓൾട്ടർനേറ്റ് ആയിരുന്നു വരുന്നത് BH NH ഗ്രൂപ്പ്സ് ആണ്. അപ്പോൾ അതുകൊണ്ടാണ് അതിനെ ഇനോർഗാനിക് ബെൻസീൻ എന്ന് പറയുന്നത്. ഓക്കെ, ബെൻസീനായിട്ട് ചില സിമിലാരിറ്റി ഉള്ള കാരണം ഇനോർഗാനിക് ആയിട്ടുള്ളതും കാരണം ഇനോർഗാനിക് ബെൻസീൻ എന്ന് വിളിക്കുന്നത്. ഇനി 13th question, CCl4 cannot be hydrolyzed. Why? CCl4നെ ഹൈഡ്രലൈസ് ചെയ്യാൻ പറ്റില്ല. എന്തുകൊണ്ടാണ്? ഇൻ CCl4 there is no vacant d orbital in carbon. CCl4ൽ കാർബണ് വേക്കൻറ്റ് d orbitals ഒന്നുമില്ല, വേക്കൻ്റ് ആയി കിടക്കുന്ന d orbitals ഒന്നുമില്ല. Thus it cannot accommodate the lone pair of electrons donated by oxygen atom. അപ്പോൾ അതുകൊണ്ട് ഓക്സിജൻ ആറ്റം തരുന്ന ലോൺ പെയർസ് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. എവിടെ നിന്നാണ് ഓക്സിജൻ ആറ്റം വന്നത് അല്ലേ? CCl4ൻ്റെ കാര്യമല്ലേ പറഞ്ഞുകൊണ്ടിരുന്നത് നമ്മൾ. അതിൻ്റെ ഇടയ്ക്ക് എവിടെ നിന്നാണ് ഓക്സിജൻ വന്നത്? ഹൈഡ്രലൈസ് ചെയ്യണ കാര്യമല്ലേ നമ്മളിവിടെ പറഞ്ഞുകൊണ്ടിരിക്കണേ. അപ്പോൾ ഹൈഡ്രലൈസ് ചെയ്യുമ്പോൾ എന്താണ്? H2 ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അതിൽ ഓക്സിജന് ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഇല്ലേ? അപ്പോൾ ഓക്സിജൻ ആ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഡൊണേറ്റ് ചെയ്യും. പക്ഷേ ഇത് വാങ്ങാൻ വേണ്ടിയിട്ട് കാർബണിൽ വേക്കൻ്റ് ആയിട്ടുള്ള d orbitals ഇല്ല. അപ്പോൾ അവിടെ ഒരു ഹൈഡ്രലൈസിങ് നടക്കില്ലല്ലോ. അതുകൊണ്ടാണ് CCl4 cannot be hydrolyzed എന്ന് പറയുന്നത്. അതിന് വേക്കൻ്റ് ആയിട്ടുള്ള d orbital ഇല്ല കാർബണിൽ. അതുകൊണ്ട് ഓക്സിജൻ ഡൊണേറ്റ് ചെയ്യുന്ന ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസിനെ അവർക്ക് അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ടാണ് CCl4 cannot be hydrolyzed എന്ന് പറയുന്നത്. ഇനി 14th question, നെയിം ദ allotropes ഓഫ് കാർബൺ. കാർബണിൻ്റെ അലോട്രോപ്സിനെ പറയാനാണ് പറയുന്നത്. കാർബൺ എക്സിസ്റ്റ് ഇൻ ക്രിസ്റ്റലൻ ആൻഡ് അമോർഫസ് അലോട്രോപ്പ്. കാർബൺ ക്രിസ്റ്റലൻ ആയിട്ടും അമോർഫസ് ആയിട്ടും അലോട്രോപ്സിൻ്റെ ഫോമിൽ നിൽക്കുന്നുണ്ട്. ദി ഇമ്പോർട്ടൻറ്റ് ക്രിസ്റ്റലൻ അലോട്രോപ്സ് ഓഫ് കാർബൺ ആ ഡയമണ്ട്, ഗ്രഫൈറ്റ്, ഫുള്ളറിൻ. അപ്പോൾ ക്രിസ്റ്റലൻ അലോട്രോപ്സ് ഓഫ് കാർബൺ എന്ന് പറയുന്നത് ഡയമണ്ട്, ഗ്രഫൈറ്റ്, ഫുള്ളറിൻ ആണ്. ഇനി അടുത്തത് അമോർഫസ് ഫോം എന്ന് പറഞ്ഞാൽ ചാർക്കോൾ, കോക്ക്, കാർബൺ ബ്ലാക്ക് ആണ്. അപ്പോൾ ക്രിസ്റ്റലൻ അലോട്രോപ്സ് ഡയമണ്ട്, ഗ്രഫൈറ്റ്, ഫുള്ളറിൻ. അമോർഫസ് ആയിട്ടുള്ളത് ചാർക്കോൾ, കോക്ക്, കാർബൺ ബ്ലാക്ക്. ഇനി അടുത്തത് 15th question. ഡയമണ്ട് ഇസ് ഹാർഡ് ആൻഡ് നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി ബട്ട് ഗ്രഫൈറ്റ് ഇസ് സോഫ്റ്റ് ആൻഡ് ഗുഡ് കണ്ടക്ടർ. എക്സ്പ്ലെയിൻ. ഡയമണ്ട് എന്ന് പറയുന്നത് ഹാർഡാണ്, അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യില്ല. പക്ഷേ ഗ്രഫൈറ്റ് എന്ന് പറയുന്നത് സോഫ്റ്റ് ആണ്, എന്നിട്ടും അത് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണെന്നാണ് ചോദിക്കണത്. ഇൻ ഡയമണ്ട് ഈച്ച് കാർബൺ ആറ്റം അണ്ടർഗോസ് sp3 ഹൈബ്രിഡൈസേഷൻ. ഡയമണ്ടിൽ ഓരോ കാർബൺ ആറ്റത്തിനും sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. ആൻഡ് ഇസ് ലിങ്ക് ടു 4 other കാർബൺ ആറ്റംസ് ഇൻ എ ടെട്രാഹീഡ്രൽ മാനർ. ബാക്കിയുള്ള 4 കാർബൺ ആറ്റമായിട്ട് ടെട്രാഹീഡ്രൽ രീതിയിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഹാസ് എ റിജിഡ് 3-dimensional നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ്. Therefore ഡയമണ്ട് ഇസ് ഹാർഡ്. അതുകൊണ്ട് അതിനൊരു പെർട്ടിക്കുലർ റിജിഡായിട്ട് സ്ട്രോങ് ആയിട്ടുള്ളൊരു 3-dimensional നെറ്റ്വർക്ക് ഉണ്ട് കാർബൺ ആറ്റത്തിൻ്റെ. അത് കാരണമാണ് ഡയമണ്ട് ഹാർഡ് ആവണേ. അപ്പോൾ ഒന്നുകൂടി പറയാം, ഡയമണ്ടിൽ ഓരോ കാർബണും sp3 ഹൈബ്രിഡൈസേഷൻ ആണ്. അപ്പോൾ ആ ഓരോ കാർബണും ബാക്കിയുള്ള 4 കാർബൺസായിട്ട് ടെട്രാഹീഡ്രൽ രീതിയിലാണ് ലിങ്ക് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ അതിനൊരു റിജിഡ് 3-dimensional നെറ്റ്വർക്ക് ഓഫ് കാർബൺ ആറ്റംസ് ഉണ്ടാക്കാൻ പറ്റുന്നത്. അതുകൊണ്ടാണ് ഡയമണ്ട് ഹാർഡാണെന്ന് പറയണത്. ഡ്യൂ ടു ദി ആബ്സെൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇറ്റ് ഈസ് എ നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഫ്രീ ഇലക്ട്രോൺസ് ഒന്നും ഇല്ലാത്ത കാരണം, ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസ് ഇല്ലാത്ത കാരണം ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യാൻ പറ്റില്ല. ഫ്രീ ഇലക്ട്രോൺസ് ഉണ്ടെങ്കിലല്ലേ നമുക്ക് കറണ്ട് പാസ് ചെയ്യിക്കാൻ പറ്റുള്ളൂ. സോ ഇവിടെ ഫ്രീ ആയിട്ട് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. അത് കാരണം ഡയമണ്ട് ഈസ് എ നോൺ കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. ഇനി ഗ്രഫൈറ്റിൻ്റെ കേസ് നോക്കുകയാണെങ്കിൽ ഇൻ ഗ്രഫൈറ്റ് ഈച്ച് കാർബൺ ആറ്റം ഇസ് ഇൻ sp2 ഹൈബ്രിഡൈസേഷൻ. അറിയില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. ഓരോന്നിൻ്റെയും ഹൈബ്രിഡൈസേഷൻ അറിയില്ലെങ്കിൽ അതൊന്ന് നോട്ട് ചെയ്യുക. കാരണം അറ്റ്ലീസ്റ്റ് ഈ ക്വസ്റ്റ്യൻസിലെങ്കിലും എഴുതിയിരിക്കുന്ന ആൾക്കാരുടെ ഹൈബ്രിഡൈസേഷൻ നോട്ട് ചെയ്യുക. അപ്പോൾ ഗ്രഫൈറ്റിൽ ഓരോ കാർബണും sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ആൻഡ് ഇറ്റ് ഹാസ് എ ഹെക്സഗണൽ ലെയേർഡ് സ്ട്രക്ചർ. അതിനൊരു ഹെക്സഗൺ 6 കോർണേഴ്സ് ഉള്ളൊരു ഷേപ്പുള്ളൊരു ലെയേർഡ് സ്ട്രക്ചറാണ് അതിനുള്ളത്. ഡിഫറെൻറ്റ് ലെയേഴ്സ് ആർ ഹെൽഡ് ബൈ വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സസ്. അപ്പോൾ ഓരോ ലെയറും പിടിച്ചു നിർത്തുന്നത് വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, ഓരോ ലെയറിനും മറ്റേ ലെയറിൻ്റെ മേലെ സ്ലൈഡ് ചെയ്യാം അല്ലേ. വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് ആണ്, അപ്പോൾ അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സ്ലൈഡ് ചെയ്യാം. സോ ഗ്രഫൈറ്റ് ഇസ് സോഫ്റ്റ്. അതുകൊണ്ട് ഗ്രഫൈറ്റ് സോഫ്റ്റ് ആണ്. അതിനെ എങ്ങോട്ട് വേണമെങ്കിലും സ്ലൈഡ് ചെയ്യാൻ പറ്റുന്ന കാരണം വീക്ക് വാൻ ഡെർ വാൾസ് ഫോഴ്സ് കൊണ്ടാണ് അവരെ ബൈൻഡ് ചെയ്യിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ലിങ്ക് ചെയ്യിപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഗ്രഫൈറ്റ് സോഫ്റ്റ് ആണ്. ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ഫ്രീ ഇലക്ട്രോൺസ് ഇറ്റ് ഇസ് എ ഗുഡ് കണ്ടക്ടർ ഓഫ് ഇലക്ട്രിസിറ്റി. അപ്പോൾ ഗ്രഫൈറ്റിന് അങ്ങനെ ഓടി നടക്കാൻ വേണ്ടിയിട്ട് ഇലക്ട്രോൺസ് ഉണ്ട്, അതുകൊണ്ട് അത് ഇലക്ട്രിസിറ്റി കണ്ടക്ട് ചെയ്യും. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്തത് 16th question. റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ഫുള്ളറിൻ. ഫുള്ളറിൻ്റെ ബേസ് ചെയ്തിട്ട് ഒരു ഷോർട്ട് നോട്ട് എഴുതാൻ പറയണം. അതായത് ഫുള്ളറിൻ്റെ നമുക്കറിയുന്ന കാര്യങ്ങളെല്ലാം എഴുതാൻ പറയണം. സോ അത് പഠിച്ചു വെക്കണം കേട്ടോ. ഫുള്ളറിൻസ് ആർ വൺ ഓഫ് ദി അലോട്രോപ്പിക് ഫോംസ് ഓഫ് കാർബൺ. ഫുള്ളറിൻ എന്ന് പറയുന്നത് കാർബണിൻ്റെ ഒരു അലോട്രോപ്പിക് ഫോമാണ്, നമ്മൾ പറഞ്ഞു അല്ലേ.
ഏത് ഫോമിലാണോ പെടുക? അമോർഫസിലാണോ പെടുക അതോ ക്രിസ്റ്റലിനിലാണോ പെടുക? ക്രിസ്റ്റലിനിൽ അല്ലേ. ക്രിസ്റ്റലിൻ അലോട്രോപിക് ഫോം ഓഫ് കാർബൺ ആണ് ഫുള്ളറിൻ എന്ന് പറയുന്നത്. ഇനി ദ മോസ്റ്റ് കോമൺലി നോൺ ഫുള്ളറിൻ ഇസ് C60 വിച്ച് ഇസ് നോൺ ആസ് ദി ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ. അപ്പോൾ ഏറ്റവും കോമൺ ആയിട്ട് അറിയുന്ന ഫുള്ളറിനാണ് C60. അതിനെയാണ് ബക്ക്മിൻസ്റ്റർ ഫുള്ളറിൻ എന്ന് വിളിക്കുക. ഇറ്റ് കണ്ടെയ്ൻ 26 മെമ്പേർഡ് റിങ്സ് ആൻഡ് 12 5 മെമ്പേർഡ് റിങ്സ്. അപ്പോൾ അതിന് 20 6 മെമ്പേർഡ് റിങ്സ് ഉണ്ട്, 12 5 മെമ്പേർഡ് റിങ്സ് ഉണ്ട്. ഫുള്ളറിൻ എന്ന് പറയുന്നത് 26 മെമ്പേർഡ് റിങ്സും 12 5 മെമ്പേർഡ് റിങ്സും ഉണ്ട്. A 6 membered ring is fused with 6 or 5 membered rings. അപ്പോൾ ഒരു 6 membered ring എന്ന് പറയുന്നത് 6 അല്ലെങ്കിൽ 5 membered ring ആയിട്ട് ഫ്യൂസ് ചെയ്തിരിക്കുകയായിരിക്കും, അതായത് ഒരുമിച്ചിരിക്കുകയായിരിക്കും. ബട്ട് എ 5 membered ring can only fuse with 6 membered ring. പക്ഷെ ഒരു 5 membered ring ആണെങ്കിൽ അതിന് 6 membered ring ആയിട്ട് മാത്രമേ ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ, ബൈൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. 6 memberedന് 6നോ 5ൻ്റെ ഒപ്പം ഫ്യൂസ് ചെയ്യാൻ പറ്റും, പക്ഷെ 5ന് 6ൻ്റെ ഒപ്പം മാത്രമേ ഫ്യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. All the carbon atoms are equal and they undergo sp2 hybridization. എല്ലാ കാർബൺ ആറ്റവും ഈക്വൽ ആണ്, അവർക്ക് sp2 hybridization ആണ് ഉള്ളത്. Each carbon atom form 3 sigma bond with 3 carbon atoms. അപ്പോൾ ഓരോ കാർബൺ ആറ്റം അടുത്തുള്ള കാർബൺ ആറ്റം 3 കാർബൺ ആറ്റം ആയിട്ട് 3 സിഗ്മ ബോണ്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. The remaining electron at each carbon is delocalized in molecular orbitals. അപ്പോൾ ബാക്കിയുള്ള ഇലക്ട്രോൺ ഡീലോക്കലൈസ് ചെയ്ത് മോളിക്കുലർ ഓർബിറ്റൽസിൽ ഇങ്ങനെ കിടക്കും. ഡീലോക്കലൈസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഓടി നടക്കുക, അവിടേക്ക് ഇവിടേക്ക് ആയിട്ട് ഓടി നടക്കുക. ദിസ് ഗീവ്സ് എൻ അരോമാറ്റിക് ക്യാരക്ടർ ടു ദ മോളിക്യൂൾ. അപ്പോൾ ഇതാണ് അതിനൊരു അരോമാറ്റിക് ക്യാരക്ടർ ഫുള്ളറിന് കൊടുക്കുന്നത്. ഇനി അടുത്തത് 17th ക്വസ്റ്റ്യൻ. വാട്ടർ ഗ്യാസ് ആൻഡ് പ്രൊഡ്യൂസർ ഗ്യാസ് ഗിവ് എനി വൺ ഓഫ് ദെയർ യൂസ്. എന്താണ് വാട്ടർ ഗ്യാസ്, എന്താണ് പ്രൊഡ്യൂസർ ഗ്യാസ്? അവരുടെ ഒരു യൂസ് പറയാണ്. അപ്പോൾ നോക്കാം. A mixture of carbon monoxide and hydrogen is called water gas or synthesis gas. അപ്പോൾ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജൻ കൂടിയതിനെയാണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ് എന്ന് പറയാം. ഇനി ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് സ്റ്റീം ഓവർ റെഡ് ഹോട്ട് കോക്ക് അറ്റ് അബൌട്ട് 1273 കെൽവിൻ. അപ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യും? സ്റ്റീം എന്ന് പറഞ്ഞാൽ H2O വെള്ളത്തിനെ നമ്മൾ ഗേഷ്യസ് സ്റ്റേറ്റിൽ എടുക്കണം, വേപ്പേഴ്സായിട്ട് സ്റ്റീമായിട്ട് എടുക്കണം. അതിന് നമ്മൾ റെഡ് ഹോട്ട് കോക്ക് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണിൻ്റെ ഒരു അമോർഫസ് ഫോം അല്ലേ. അപ്പോൾ അത് സോളിഡ് ഫേസിലാണ് ഇരിക്കുന്നത്. അപ്പോൾ റെഡ് ഹോട്ട് കോക്ക് അങ്ങനെ തന്നെ എഴുതണം കേട്ടോ, റെഡ് ഹോട്ട് കോക്ക്. ആ റെഡ് ഹോട്ട് കോക്കിൻ്റെ മേലെ ഈ സ്റ്റീം പാസ് ചെയ്യിപ്പിക്കും. എത്ര ടെമ്പറേച്ചറിലാണ്? 1273 കെൽവിനിൽ. അങ്ങനെ പാസ് ചെയ്യിക്കുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് വാട്ടർ ഗ്യാസ്. ആ വാട്ടർ ഗ്യാസ് എന്ന് പറയണമെങ്കിൽ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനും ഒരുമിച്ചാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയാം കേട്ടോ. കിട്ടുന്ന കാർബൺ മോണോക്സൈഡിനെയോ അല്ലെങ്കിൽ അതിൻ്റെ ഹൈഡ്രജൻ മാത്രമല്ല വാട്ടർ ഗ്യാസ് എന്ന് പറയാം, കിട്ടുന്ന കാർബൺ മോണോക്സൈഡ് പ്ലസ് H2O അതിന് മൊത്തത്തിലാണ് വാട്ടർ ഗ്യാസ് എന്ന് പറയുക. ഇനി എ മിക്സ്ചർ ഓഫ് കാർബൺ മോണോക്സൈഡ് ആൻഡ് നൈട്രജൻ ഇസ് കോൾഡ് പ്രൊഡ്യൂസർ ഗ്യാസ്. അതായത് കാർബൺ മോണോക്സൈഡും നൈട്രജനും ആണെങ്കിൽ അവർ പ്രൊഡ്യൂസർ ഗ്യാസ് എന്ന് പറയും. ഇറ്റ് ഈസ് പ്രിപ്പയർഡ് ബൈ പാസിംഗ് എയർ ഓവർ റെഡ് ഹോട്ട് കോക്ക് അറ്റ് അബൌട്ട് 1273 കെൽവിൻ. അപ്പോൾ അതിനെ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യും? ഈ റെഡ് ഹോട്ട് കോക്കിൻ്റെ മേലെ ഓക്സിജൻ പാസ് ചെയ്യിപ്പിക്കുക, എയർ പാസ് ചെയ്യിപ്പിക്കും. 1273 കെൽവിനിൽ തന്നെയാണ് പാസ് ചെയ്യിപ്പിക്കുക. അങ്ങനെ കിട്ടുന്ന കാർബൺ മോണോക്സൈഡിനെ നൈട്രജനെ ഒരുമിച്ച് വിളിക്കുന്ന പേരാണ് പ്രൊഡ്യൂസർ ഗ്യാസ്. അപ്പോൾ കാർബൺ മോണോക്സൈഡ് ഹൈഡ്രജനാണ് നമുക്ക് കിട്ടണമെങ്കിൽ അത് വാട്ടർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് നൈട്രജൻ ആണ് കിട്ടണമെങ്കിൽ അത് പ്രൊഡ്യൂസർ ഗ്യാസ്. ഒരുമിച്ച് വിളിക്കുന്നതാട്ടോ. കാർബൺ മോണോക്സൈഡ് പ്ലസ് നൈട്രജൻ ആണ് പ്രൊഡ്യൂസർ ഗ്യാസ്, കാർബൺ മോണോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് വാട്ടർ ഗ്യാസ് അല്ലെങ്കിൽ സിന്തസിസ് ഗ്യാസ്. അപ്പോൾ വാട്ടർ ഗ്യാസിനെ എങ്ങനെ പ്രിപ്പയർ ചെയ്യാം? റെഡ് ഹോട്ട് കോക്ക് തന്നെയാണ് രണ്ടിലും യൂസ് ചെയ്യണേ. വാട്ടർ ഗ്യാസ് പ്രിപ്പയർ ചെയ്യാനാണെങ്കിൽ സ്റ്റീം പാസ് ചെയ്യുക, അതായത് H2O ഇൻ ദി ഗേഷ്യസ് ഫേസ്. ഓക്കെ, അത് ടെമ്പറേച്ചർ രണ്ടിനും സെയിം ആണ്, 1273 കെൽവിൻ. ഇനി അപ്പോൾ സ്റ്റീം റെഡ് ഹോട്ട് കോക്കിൻ്റെ മേലെ പാസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് വാട്ടർ ഗ്യാസ് കിട്ടും. റെഡ് ഹോട്ട് കോക്കിൻ്റെ മേലെ നമ്മൾ എയർ പാസ് ചെയ്യിപ്പിച്ചാൽ നമുക്ക് പ്രൊഡ്യൂസർ ഗ്യാസ് കിട്ടും. ബോത്ത് ദീസ് ഗ്യാസസ് ആർ യൂസ്ഡ് ആസ് ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ്. അപ്പോൾ രണ്ടിനും കൂടി ഒരു യൂസ് ചെയ്താൽ മതി. ഇൻഡസ്ട്രിയൽ ഫ്യൂവൽസ് ആയിട്ടാണ് രണ്ടും യൂസ് ചെയ്യുക. അപ്പോൾ അങ്ങനെ എഴുതിയാൽ മതി കേട്ടോ. ഇനി സജസ്റ്റ് റീസൺ ഫോർ ദ ടോക്സിസിറ്റി ഓഫ് CO ടോക്സിക് ആണെന്ന് നമുക്കറിയാം അല്ലെ. കാർബൺ മോണോക്സൈഡ് ടോക്സിക് ആണ്. അപ്പോൾ എന്തുകൊണ്ടാണ് അങ്ങനെ അതിനൊരു ടോക്സിസിറ്റി കാണിക്കണതെന്നാണ് ചോദിക്കുന്നത്. In CO, there are 1 sigma and 2 pi bonds between carbon and oxygen. അപ്പോൾ കാർബണിൻ്റെ ഓക്സിജൻ്റെയും ഒരു ബോണ്ട് എടുത്താൽ അതിലൊരു സിഗ്മ 2 പൈ ബോൺസ് ഉണ്ട് അല്ലേ. ബിക്കോസ് ഓഫ് ദ പ്രസൻസ് ഓഫ് ലോൺ പെയർ ഓൺ കാർബൺ, CO മോളിക്യൂൾ ആക്ട് ആസ് എൻ ഇലക്ട്രോൺ ഡോണർ ആൻഡ് റിയാക്ട്സ് വിത്ത് മെറ്റൽ. അപ്പോൾ കാർബണിൻ്റെ അവിടെ ലോൺ പെയർ ഉണ്ടല്ലേ. അപ്പോൾ എന്ത് ചെയ്യും? CO മോളിക്യൂൾ ഇലക്ട്രോൺ ഡോണറായിട്ട് ആക്ട് ചെയ്യും, അതായത്
അതിന് ലോൺ പേഴ്സ് കുറേ ഉണ്ട്, ഇലക്ട്രോൺസ് എക്സ്ട്രാ ഉണ്ട്. സോ അത് ഇലക്ട്രോണെ ഡൊണേറ്റ് ചെയ്യാമെന്ന് വിചാരിക്കും. എന്നിട്ട് എന്ത് ചെയ്യും? മെറ്റലായിട്ട് റിയാക്ട് ചെയ്യും. സോ ഇറ്റ് ക്യാൻ ഈസിലി ഫോം എ കോംപ്ലെക്സ് വിത്ത് ഹിമോഗ്ലോബിൻ. അപ്പോൾ അതിന് പെട്ടെന്ന് ഹിമോഗ്ലോബിനായിട്ട്, ഹിമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ കാർബോക്സി ഹിമോഗ്ലോബിൻ, അപ്പോൾ പെട്ടെന്ന് അതിനൊരു കോംപ്ലെക്സ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ഈ കാർബണ് എക്സ്ട്രാ ഇലക്ട്രോൺസ് ഉള്ള കാരണം, ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ള കാരണം അതിന് ഇലക്ട്രോൺ ഡോണറായി ആക്ട് ചെയ്ത് മെറ്റലായിട്ട് റിയാക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ എളുപ്പത്തിൽ നമ്മുടെ ബ്ലഡിലുള്ള ഹിമോഗ്ലോബിൻ്റെ ഒപ്പം എളുപ്പത്തിൽ കോംപ്ലെക്സ് ഉണ്ടാക്കും. ഇറ്റ് ഈസ് അബൌട്ട് 300 times stabler than ഓക്സി ഹിമോഗ്ലോബിൻ കോംപ്ലെക്സ്. നമ്മുടെ ബോഡിയിൽ ഓക്സിജനും ഹിമോഗ്ലോബിനും കൂടിയിട്ടുള്ള കോംപ്ലെക്സ് ആണ് ഉള്ളത്. അതിനേക്കാൾ 300 ഇരട്ടി സ്റ്റേബിളാണ് എന്ത്? ഹിമോഗ്ലോബിനും കാർബൺ മോണോക്സൈഡും കൂടിയിട്ടുള്ള ആ ഒരു കോംപ്ലെക്സ്. അതായത് കാർബോക്സി ഹിമോഗ്ലോബിൻ എന്ന് പറയുന്ന ആ ഒരു കോംപ്ലെക്സ് 300 times സ്റ്റെബിലറാണ് ദാൻ ഓക്സി ഹിമോഗ്ലോബിൻ. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ഹിമോഗ്ലോബിൻ ആരുടെ ഒപ്പം പോകാൻ ഇഷ്ടപ്പെടുക? ഓക്സിജൻ്റെ ഒപ്പം അതോ കാർബണിൻ്റെ ഒപ്പമോ? കാർബൺ മോണോക്സൈഡിലെ കാർബണിൻ്റെ ഒപ്പം അല്ലേ? കാരണം അതിൻ്റെ ഒപ്പമാണ് അതിന് കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടുക. അപ്പോൾ സ്റ്റേബിൾ ആവാനാണ് എല്ലാവരും ആഗ്രഹിക്കുക. അപ്പോൾ അതെന്ത് ചെയ്യും? ഹിമോഗ്ലോബിൻ കാർബണിൻ്റെ ഒപ്പം ചേർന്ന് കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാക്കും. ദിസ് പ്രിവെൻറ്റ്സ് ഹിമോഗ്ലോബിൻ ഇൻ RBC ഫ്രം ക്യാരിയിങ് ഓക്സിജൻ റൗണ്ട് ദ ബോഡി. അപ്പോൾ ഇങ്ങനെ കാർബൺ ഹിമോഗ്ലോബിൻ്റെ ഒപ്പം ചേർന്ന് കാർബോക്സി ഹിമോഗ്ലോബിൻ ഉണ്ടാകുമ്പോൾ RBCയിലെ ഹിമോഗ്ലോബിനെ, ഓക്സിജൻ കാരിയർ ആണല്ലേ ഹിമോഗ്ലോബിൻ, അപ്പോൾ ഓക്സിജൻ ക്യാരി ചെയ്യണതിനെ തടയും ഈ കാർബൺ ഹിമോഗ്ലോബിൻ്റെ ഒപ്പം ഉള്ള കാരണം. കാർബോക്സി ഹിമോഗ്ലോബിൻ നമ്മുടെ ബോഡിയിലുണ്ടെങ്കിൽ അത് നമ്മുടെ RBCയിലുള്ള ഹിമോഗ്ലോബിനെ ഓക്സിജനെ ക്യാരി ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസീനെ കുറയ്ക്കും. ക്യാരി ചെയ്യേണ്ടെന്ന് പറയും കാർബോക്സി ഹിമോഗ്ലോബിൻ. ഓക്സിജൻ്റെ ലെവൽ നമ്മളിൽ കുറയും, അതാണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ടോക്സിക് ആണെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും എഴുതണം കേട്ടോ, എളുപ്പമാണ്. കാർബൺ മോണോക്സൈഡ് എന്ന് പറയുന്നതിൽ കാർബണിലെ ഓക്സിജൻ്റെ ഇടയിൽ ഒരു സിഗ്മയും 2 പൈ ബോൺസും ഉണ്ട്. അപ്പോൾ ലോൺ പെയർ ഓഫ് ഇലക്ട്രോൺസ് കാർബണിലുള്ള കാരണം അതൊരു ഇലക്ട്രോൺ ഡോണറായിട്ട് ആക്ട് ചെയ്യും, എന്നിട്ട് മെറ്റൽസിൻ്റെ ഒപ്പം റിയാക്ട് ചെയ്യും. അപ്പോൾ ഹിമോഗ്ലോബിൻ ഓക്സിജനേക്കാട്ടും കാർബണിൻ്റെ ഒപ്പം കമ്പൈൻ ചെയ്യുമ്പോഴാണ് കൂടുതൽ സ്റ്റേബിൾ ആവുക. അപ്പോൾ കാർബോക്സി ഹിമോഗ്ലോബിൻ സ്റ്റേബിളർ ആയ കാരണം, അങ്ങനത്തെ ഒരു കമ്പൗണ്ട് നമ്മുടെ അല്ലെങ്കിൽ കോംപ്ലെക്സ് നമ്മുടെ ബോഡി ഉണ്ടെങ്കിൽ RBCയിലിരിക്കുന്ന ഹിമോഗ്ലോബിനെ ഓക്സിജൻ കൊണ്ടുപോകാനുള്ള ആ ഒരു കഴിവിനെ അത് തടയും. അതുകൊണ്ടാണ് കാർബൺ മോണോക്സൈഡ് ടോക്സിക് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത 19th ക്വസ്റ്റ്യൻ. വാട്ട് ഇസ് ഡ്രൈ ഐസ്? ഗിവ് ഇറ്റ്സ് യൂസ്. എന്താണ് ഡ്രൈ ഐസ്? അതിൻ്റെ യൂസ് പറയാണ്. ഡ്രൈ ഐസ് ഇസ് സോളിഡ് കാർബൺ ഡയോക്സൈഡ്. അതായത് കാർബൺ ഡയോക്സൈഡ് സോളിഡ് ഫോമിൽ, CO2 സോളിഡ് ഫോമിൽ ഇരിക്കുന്നതിനെയാണ് ഡ്രൈ ഐസ് എന്ന് പറയുക. ഇറ്റ് ഈസ് ഒബ്റ്റെയിൻ ബൈ കൂളിംഗ് CO2 അണ്ടർ പ്രഷർ. കാർബൺ ഡയോക്സൈഡിനെ നമ്മൾ കൂൾ ചെയ്യുക, പ്രഷർ, ഇത്ര എമൗണ്ട് ഓഫ് പ്രഷർ, ഒരു പെർട്ടിക്കുലർ എമൗണ്ട് ഓഫ് പ്രഷർ വെച്ചിട്ട് കാർബൺ ഡയോക്സൈഡിനെ കൂൾ ചെയ്താൽ കിട്ടുന്നതാണ് ഡ്രൈ ഐസ്. ഇറ്റ് സബ്ലൈംസ് ഡയറക്ട്ലി ടു വേപ്പർ ഫേസ് വിത്തൗട്ട് ലിക്വിഫൈങ്. അപ്പോൾ അതിനെ ലിക്വിഡ് ആവാണ്ട് തന്നെ ഡയറക്റ്റ് വേപ്പർ ഫേസിലേക്ക് പോകും. ഈ കാർബൺ ഡയോക്സൈഡ് ലിക്വിഡ് ആവാണ്ട് തന്നെ ഡയറക്റ്റ് വേപ്പർ ഫേസിലേക്ക് പോകും. അതിനെയാണല്ലോ ആ ഒരു പ്രോസസ്സിനെയാണല്ലോ സബ്ലിമേഷൻ എന്ന് പറയുക. സോളിഡിൽ നിന്ന് ഡയറക്റ്റ് വേപ്പർ ഫേസിലേക്ക് പോവുക വിത്തൗട്ട് ചേഞ്ചിങ് ഇൻ ടു ലിക്വിഡ്. ഇറ്റ് ഡസ് നോട്ട് വെറ്റ് ദ സർഫേസ് ഓൺ വിച്ച് ഇറ്റ് സബ്ലൈംസ്. അപ്പോൾ സബ്ലിമേഷൻ നടക്കുന്ന സ്ഥലത്തുള്ള സർഫേസിന് അതിനെ വെറ്റിയിപ്പിക്കില്ല. സോ ഇറ്റ് ഈസ് കോൾഡ് ഡ്രൈ ഐസ്. അപ്പോൾ അങ്ങനെ വെറ്റിയിപ്പിക്കാത്ത കാരണം അതിനെ ഡ്രൈ ഐസ് എന്ന് വിളിക്കും. കാരണം ലിക്വിഫൈ ചെയ്യണില്ല, അപ്പോൾ വെറ്റ് ചെയ്യാനുള്ള ഒരു റീസൺ അവിടെ ഇല്ല. അതുകൊണ്ട് അതിനെ ഡ്രൈ ഐസ് എന്ന് വിളിച്ചു. ഇറ്റ് ഈസ് യൂസ്ഡ് ആസ് റെഫ്രിജറൻറ്റ് ഫോർ ഐസ്ക്രീം ആൻഡ് ഫ്രോസൺ ഫുഡ്. അപ്പോൾ ഫ്രോസൺ ഫുഡ് വെക്കാനും ഐസ്ക്രീമിനൊക്കെ ഒരു റെഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നതാണ് ഡ്രൈ ഐസ്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു വയ്ക്കുക, എളുപ്പമാണ് മനസ്സിലാക്കുക. ഡ്രൈ ഐസ് എന്ന് പറയുന്നത് സോളിഡ് കാർബൺ ഡയോക്സൈഡ് ആണ്. അതായത് കാർബൺ ഡയോക്സൈഡ് സോളിഡ് ഫോമിൽ ഇരുന്നാൽ അതാണ് ഡ്രൈ ഐസ്. അതിനെ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ കാർബൺ ഡയോക്സൈഡ് ഒരു പർട്ടിക്കുലർ പ്രഷറിൽ കൂൾ ചെയ്യുക. അത് കഴിഞ്ഞ് അത് സബ്ലൈം ചെയ്ത്, അങ്ങനെ കൂൾ ചെയ്താൽ അത് സബ്ലൈം ചെയ്ത് ഡയറക്റ്റ് വേപ്പർ ഫേസിലേക്ക് പോകും. സോളിഡിൽ നിന്ന് വേപ്പർ ഫേസിലേക്ക് പോകും, ലിക്വിഫൈ ചെയ്യാണ്ട്. അങ്ങനെ ലിക്വിഫൈ ചെയ്യാത്ത കാരണം അത് ആ സർഫസിനെ വെറ്റിയിപ്പിക്കില്ല. അങ്ങനെ വെറ്റിയിപ്പിക്കാത്തതുകൊണ്ടാണ് ഡ്രൈ ഐസ് എന്ന് വിളിക്കുന്നത്. ഇനി അതിൻ്റെ യൂസാണ്, അതിന് ഐസ്ക്രീം വെക്കാനും ഫ്രോസൺ ഫുഡൊക്കെ ആയിട്ട് റിഫ്രിജറൻ്റ് ആയിട്ട് യൂസ് ചെയ്യും. ഇനി അടുത്ത 20th ക്വസ്റ്റ്യൻ. കാർബൺ ഡയോക്സൈഡ് ഇസ് എ ഗ്യാസ് വൈൽ SiO2 ഇസ് എ സോളിഡ്. അക്കൗണ്ട് ഫോർ ദിസ്. അപ്പോൾ കാർബൺ ഡയോക്സൈഡ് ഗ്യാസ് ആണ്, പക്ഷേ SiO2 സോളിഡാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്നാണ് ചോദിക്കുന്നത്. എന്തുകൊണ്ടാണ് കാർബൺ ഡയോക്സൈഡും Siയും തമ്മിൽ കമ്പയർ ചെയ്തത്? കാരണം രണ്ടുപേരും ഒരേ ഗ്രൂപ്പിലാണ് അല്ലേ, 14th ഗ്രൂപ്പിലാണ് രണ്ടുപേരുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഒരേ ഗ്രൂപ്പിലുള്ള രണ്ടാൾക്കാർ വ്യത്യസ്തമായിട്ട് പെരുമാറുന്നത്? അതാണ് ഇവിടെ ചോദിക്കുന്നത്. സോ ഇൻ CO2 മോളിക്യൂൾ കാർബൺ അണ്ടർഗോസ് sp ഹൈബ്രിഡൈസേഷൻ. CO2 മോളിക്യൂളിൽ കാർബണിന് sp ഹൈബ്രിഡൈസേഷനാണ് അണ്ടർഗോ ചെയ്യുക. സോ ഇറ്റ് ഹാസ് ലീനിയർ ഷേപ്പ്. അപ്പോൾ അതിന് ലീനിയർ ഷേപ്പാണ് അല്ലേ. ഇറ്റ് എക്സിസ്റ്റ് ആസ് ഡിസ്ക്രീറ്റ് അല്ലെങ്കിൽ സെപ്പറേറ്റ് മോളിക്യൂൾസ് ആൻഡ് ദർ ഇസ് ഓൺലി എ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ബിറ്റ്വീൻ കാർബൺ ഡയോക്സൈഡ് മോളിക്യൂൾസ്. അപ്പോൾ അതിന് സെപ്പറേറ്റ് മോളിക്യൂൾസ് ഉള്ള കാരണം അത് സെപ്പറേറ്റ് മോളിക്യൂളായിട്ടാണ് എക്സിസ്റ്റ് ചെയ്യുക. അപ്പോൾ അതിൽ ഒരു വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സാണ് കാർബൺ ഡയോക്സൈഡ് മോളിക്യൂളിൻ്റെ ഇടയിലുള്ളത്. ഒരു വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ഉണ്ട്.
സോ ദ റെസൊണൻസ് സ്ട്രക്ചർ ഓഫ് CO2R. അപ്പോൾ അങ്ങനെ വീക്ക് അട്രാക്റ്റീവ് ഫോഴ്സ് ആയ കാരണം അതിനെ ഏത് രീതിയിൽ എഴുതാം. അങ്ങനെ എഴുതുന്ന സ്ട്രക്ചേഴ്സിനെയാണ് നമ്മൾ റെസൊണൻസ് സ്ട്രക്ചർ എന്ന് വിളിക്കുക, അറിയാലോ. അപ്പോൾ ആ റെസൊണൻസ് സ്ട്രക്ചറാണ് നമ്മളിവിടെ തന്നിടുന്നത്. ബട്ട് ഇൻ സിലിക്ക എന്ന് പറഞ്ഞാൽ SiO2, ഈച്ച് സിലിക്കൺ ആറ്റം അണ്ടർഗോസ് sp3 ഹൈബ്രിഡൈസേഷൻ. സിലിക്കയിൽ നോക്കുകയാണെങ്കിൽ സിലിക്കൺ ആറ്റം, ഓരോ സിലിക്കൺ ആറ്റം എടുത്ത് നോക്കിയാലും അതിന് sp3 ഹൈബ്രിഡൈസേഷനാണ് ഉണ്ടാവുക. ഹിയർ ഈച്ച് Si ആറ്റം ഇസ് ടെട്രാഹീഡ്രലി സറൗണ്ടഡ് ബൈ 4 ഹൈഡ്രജൻ ആറ്റംസ്. ഇവിടെ ഓരോ സിലിക്കൺ ആറ്റത്തിനെയും ടെട്രാഹീഡ്രലി 4 ഓക്സിജൻ ആറ്റം സറൗണ്ട് ചെയ്യുന്നുണ്ട്. സോ ഇറ്റ് ഹാസ് എ 3-dimensional നെറ്റ്വർക്ക് സ്ട്രക്ചർ. അപ്പോൾ അതിന് 3 ഡയമെൻഷണൽ 3D നെറ്റ്വർക്ക് സ്ട്രക്ചർ ഉണ്ട്. അങ്ങനെ ടെട്രാഹീഡ്രലി 4 ഓക്സിജൻ ആറ്റം സറൗണ്ട് ചെയ്യണ കാരണം. ആൻഡ് ഹെൻസ് ഇറ്റ് ഇസ് എ സോളിഡ്. അപ്പോൾ അങ്ങനെ ഒരു ടഫായിട്ടുള്ള ഒരു സ്ട്രക്ചർ അതിനുള്ള കാരണം അതൊരു സോളിഡായി മാറി. ഓക്കെ, ഇനി അടുത്ത 21st ലാസ്റ്റ് കൺസെപ്റ്റാണ് വാട്ട് ആർ സിലിക്കോൺസ്, ഗിവ് ദ യൂസസ്. ഇത് പഠിക്കാണ്ട് പോരുത് കേട്ടോ. ലാസ്റ്റുള്ളൊരു ചെറിയ ടോപ്പിക്കാണ്, പക്ഷേ മിക്കവരും പഠിക്കില്ല. ഇത് ചോദിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. സോ എന്താണ് സിലിക്കൺസ്, എന്താണ് അതിൻ്റെ യൂസ്? ദേ ആർ എ ഗ്രൂപ്പ് ഓഫ് ഓർഗാനോസിലിക്കൺ പോളിമേഴ്സ്. അപ്പോൾ സിലിക്കൺസ് എന്ന് പറഞ്ഞാൽ ഓർഗാനോസിലിക്കൺ പോളിമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. ഓർഗാനിക് ആയിട്ടുള്ള സിലിക്കൺ പോളിമേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പാണ്. വിച്ച് ഹാവ് R2SiO ആസ് എ റിപ്പീറ്റിംഗ് യൂണിറ്റ്. അപ്പോൾ അതിന് R2SiO എന്ന് പറഞ്ഞ് റിപ്പീറ്റ് ചെയ്തിരിക്കുകയാണ്. അതന്നെ ഇങ്ങനെ റിപ്പീറ്റ് ചെയ്ത് പോകുന്ന ഒരു സ്ട്രക്ചർ ഉണ്ട് അതിന്. ദേ യൂസ്ഡ് ആസ് സീലൻറ്റ്, ഗ്രീസസ്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റർ ആൻഡ് ഫോർ വാട്ടർ പ്രൂഫിംഗ് ഓഫ് ഫാബ്രിക്സ്. അപ്പോൾ അവർ സീലൻ്റായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഗ്രീസായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഇലക്ട്രിക്കൽ ഇൻസുലേറ്റേഴ്സായിട്ട് യൂസ് ചെയ്യാറുണ്ട്, ഫാബ്രിക്സിന് വാട്ടർ പ്രൂഫിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യാറുണ്ട്. ബീങ് ബയോ കമ്പാറ്റബിൾ, ദേ ആർ ഓൾസോ യൂസ്ഡ് ഇൻ സർജിക്കൽ ആൻഡ് കോസ്മെറ്റിക് പ്ലാന്റ്സ്. അപ്പോൾ അവർ ബയോ കമ്പാറ്റബിൾ എന്ന് പറഞ്ഞാൽ എന്താ, ബയോ ഫ്രണ്ട്ലി, യൂസ് ചെയ്യാൻ പറ്റണത്, നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റുന്ന കാരണം നമുക്ക് സർജിക്കലിലും കോസ്മെറ്റിക് പ്ലാന്റ്സിലൊക്കെ അത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയായിരുന്നു നമ്മുടെ കൺസെപ്റ്റ് ബേസ്ഡ് വീഡിയോ ഉണ്ടായിരുന്നത്. അപ്പോൾ ഇനി അടുത്തത് ഇതിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. സോ ടിൽ ദെൻ, താങ്ക് യു.